ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇനി മുതൽ ഇന്നും മോൾക്ക് ഞാൻ വാരിത്തരാം. കഥയും പറഞ്ഞുതരാം കേട്ടോ. വാതുറന്നേ. ആ ആ ജീവൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മകനാണോ, അതോ എവിടുന്നെങ്കിലും നിങ്ങൾ ദത്തെടുത്തതാണോ? എനിക്ക് മനസ്സിലായില്ല. അല്ല, നിങ്ങളുടെ പ്രവർത്തികൾ കാണുമ്പോഴേ എനിക്ക് അങ്ങനെ തോന്നിപ്പോവാ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജീവൻ നിങ്ങളെ പ്രസവിച്ച നിങ്ങളുടെ മകനാണെങ്കിൽ നിങ്ങൾ ജീവന് വേണ്ടിയല്ലേ സംസാരിക്കേണ്ടത്? ജീവന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? നീ ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എന്താ? നിങ്ങളെ കുറിച്ച് എനിക്ക് അത്രയ്ക്ക് അറപ്പ് തോന്നിയതുകൊണ്ട്. സ്വന്തം മകന്റെ ഭാര്യയെ വേറൊരു പുരുഷന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കും ആരെങ്കിലും? ജീവനോടൊപ്പം ജീവിക്കാനാണ് താല്പര്യമെന്ന് നിത്യ പറഞ്ഞിട്ടും നിങ്ങൾ എന്തിനാ അവനെ ഫോഴ്സ് ചെയ്യുന്നേ? ഹരിയുടെ സ്വത്ത് കണ്ടിട്ടാണോ? വീണ, അനാവശ്യമായി നീ എന്റെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാതെ പോവാൻ നോക്ക. ഇതിനുത്തരം കിട്ടാതെ ഞാൻ പോവില്ല. എന്റെ അച്ഛനും ഹരിയൊക്കെ നിങ്ങളെ കുറിച്ച് വാഴ്ത്തി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സുജാതയെ പോലൊരു അമ്മ ഇനി ലോകത്ത് മറ്റൊരിടത്ത് ഉണ്ടാവില്ലെന്ന്. നിത്യയും ശരവണനൊക്കെ അത് ആവർത്തിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അമ്മ എന്ന വാക്കിന് നിങ്ങൾ അർഹയല്ല. അതിനുള്ള ഒരു ഗുണവും നിങ്ങളുടെ പ്രവൃത്തിയിലില്ല. അല്ല, ഇന്നിപ്പോ നിത്യ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് പോലെ നാളെ സ്വന്തം മകളുടെ കാര്യത്തിലും ശ്രമിക്കുവോ നിങ്ങള്? നിർത്ത്. രാമകൃഷ്ണേട്ടന്റെ മകളാണെന്നുള്ള ഒറ്റ പരിഗണന കൊണ്ടാ ഇത്ര നേരം നിന്നോട് ഞാൻ ഒന്നും പറയാതിരുന്നത്. ഇപ്പൊ നീ സകല അതിരുകളും ലംഘിച്ചു. എന്റെ മക്കളെ കുറിച്ച് പറയുന്ന നീ നിന്റെ യോഗ്യതകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ആരെങ്കിലും ഒരാളോട് നന്ദിയോ കടപ്പാടോ സ്നേഹമോ കാണിച്ചത് പറയാനുണ്ടോ നിനക്ക്? പ്രസവിച്ച കുഞ്ഞിനെ ഉറപ്പും വെറുപ്പും കാണിച്ച് അകറ്റി നിർത്തുന്ന നീ മക്കളെ സ്നേഹിക്കാൻ എന്നെ പറഞ്ഞു പഠിപ്പിക്കണ്ട. ഇതുപോലൊരു ചോദ്യം എന്റെ മുഖത്ത് നോക്കി ഇനി നീ ചോദിച്ച നിന്റെ കാരണം ഞാൻ പുകയ്ക്കും. ഒന്ന് നിന്നേ. നീ ചോദിച്ചല്ലോ ഹരിയുടെ സ്വത്ത് കണ്ടിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. സ്വന്തം അച്ഛന്റെ കയ്യിൽ നിന്നും സ്വത്ത് തട്ടിപ്പറിക്കാൻ വേണ്ടി നീ കാണിക്കുന്ന നാടകങ്ങൾ ഇവിടെ എല്ലാവരും നിത്യേന കാണുന്നത്. സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ നിനക്ക് ഇന്നലെ പൊട്ടിമുളച്ച ആഗ്രഹങ്ങളായിരിക്കും. പക്ഷെ ജനിച്ച അന്നു മുതൽ എനിക്കതൊരു ശീലമാണ്. ആ എന്നെയും നിന്നെയും ഒരേ തട്ടിൽ വെച്ച് പരീക്ഷിക്കണ്ട. മനസ്സിലായോ മോൾക്ക്? പൊയ്ക്കോ. ആദ്യം ആദിമൂലം, ഇത് കല്ലുമൂക്ക്. ഇനി എന്ത് കറിയാ നിത്യാമ്മേ? മോൾക്ക് ഇഷ്ടപ്പെട്ട മുട്ടക്കറി ഇന്ന് വെച്ചില്ല കേട്ടോ. അതെന്താ? കുറച്ച് തിരക്കുണ്ട് മോളെ. തിരക്ക് വന്നാ നിത്യാമ്മ എന്നെ മറന്നുപോവോ? നിത്യമ്മ ആരെയും മറക്കില്ല. പക്ഷേ ചില നേരത്ത് വിചാരിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അമ്മാവൻ കഴിച്ചോ? അമ്മാവൻ നേരത്തെ കഴിച്ചു കിടന്നു. നീ എന്താ ഈ കാണിച്ചോണ്ടിരിക്കുന്നത്? അത് വാരിയം കഴിച്ചേ. അയ്യേ, ഇങ്ങനെയാണോ മോള് ഭക്ഷണം കഴിക്കുന്നത്?
കുട്ടികൾ ഇങ്ങനെയല്ല ഭക്ഷണം കഴിക്കണ്ടേ. നല്ല ഉരുളി ഉരുട്ടി പെട്ടെന്ന് പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം. നീ ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ നിത്യേ? മോൾക്ക് വീണമ്മ വാരിത്തരട്ടെ. മോൾക്ക് ഇനി മുതൽ വീണമ്മ വാരിത്തരം കേട്ടോ. ആ കഴിക്കേ. കഴിക്കും മോളെ, കഴിക്കേ. ഇതോടെ കഴിക്കേ. അങ്ങനെ അമ്മയുടെ മുത്തല്ലേ, കഴിക്ക. ഇതോടെ കഴിക്ക. ആ അങ്ങനെ ഹരിയണ്ണ എന്താ കഴിക്കാഞ്ഞേ? ആ പക്ഷേ കല്യാണി മോള് കഴിക്കണം കേട്ടോ. ആ കഴിക്ക്, കഴിക്കും മോളെ. ആ വാതർന്നേ. ചോറ് വാരി തരുമ്പോഴേ മോൾക്ക് കഥ പറഞ്ഞു തരാറുണ്ടോ? ഉണ്ട്. നിത്യമ്മ ഞങ്ങൾക്ക് കൊറേ കഥകൾ പറഞ്ഞു തരാറുണ്ട്. ചോറുണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴും കഥ പറഞ്ഞു തരാറുണ്ട്. ഇനി മുതൽ ഇന്നും മോൾക്ക് ഞാൻ വാരിത്തരാം. കഥയും പറഞ്ഞുതരാം കേട്ടോ. വാതുറന്നേ. ആ ആ